ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ LDC LGS 2024 20 മാർക്കുണ്ട് കറണ്ട് അഫയേഴ്സിന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പം നമുക്ക് ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളം, ഇന്ത്യയുടെ കഴിഞ്ഞു, കേരളവുമായി ബന്ധപ്പെട്ട നമ്മുടെ 2023 പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സാണിത്. 2-3 ക്ലാസ് കൂടി കഴിഞ്ഞാൽ കേരളം കഴിയും. പിന്നെ നമുക്ക് ശാസ്ത്ര സാങ്കേതിക രംഗം, അതുപോലെ തന്നെ അവാർഡുകൾ, കായിക മേഖല, കലാമേഖലയിലേക്കൊക്കെ ഒന്ന് പോവാനുണ്ട്. അപ്പം നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. അതേസമയം ഓർക്കുക, എന്താണ് ഓർക്കേണ്ടത്? ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയും, രണ്ടാമതാണ് കേരളം. പക്ഷേ ശതമാന കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്. അതേസമയം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ്. എറണാകുളമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല. മറ്റൊരു കാര്യം നമ്മൾ മുന്നേ പഠിച്ചതാണ്. അതിദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ല എന്ന് പറയുന്നതും കോട്ടയമാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. 2023 ജൂലൈയിലെ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ഉണ്ടല്ലോ, ആ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി എന്ന് പറയുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കേരളത്തിലെ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ത്രിതല പരിചരണത്തിനും ചികിത്സയ്ക്കുമായി ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയാണ് കാരുണ്യ എന്ന് പറയുന്നത്. കാരുണ്യ എന്നുള്ള പേരിലെ ലോട്ടറിയുടെ ഫണ്ട് കൂടും ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശ്ശൂരിലെത്തി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ശക്തൻ നഗർ തൃശ്ശൂർ. ആകാശമാണ്, ആകാശത്തോളം വളർന്നാൽ നമുക്ക് ശക്തി കൂടും. അപ്പൊ ശക്തൻ നഗർ തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാലം വാഗമൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാലം വാഗമണ്ണാണ് അല്ലേ? ആ വാഗമണ്ണിലാണ്. എന്താ കാന്റിലിവർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനെ ബഹിരാകാശത്തേക്ക് തിരശ്ചീനമായി പ്രൊജക്റ്റ് ചെയ്യുന്ന ഘടനകൾ, ആകാശത്തേക്ക് തിരശ്ചീനമായി പ്രൊജക്റ്റ് ചെയ്യുന്ന ഘടനകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലമാണ് കാന്റിലിവർ പാലം. ഒരറ്റത്ത് മാത്രമാണ് ഇതിന് പിന്തുണ, അങ്ങനെ തള്ളി നിൽക്കും, അങ്ങനത്തെ പാലമാണ് ഇത്. വാഗമണിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാന്റിലിവർ കണ്ണാടിപ്പാലമാണ് വാഗമണ്ണി. ഓക്കെ, അപ്പോൾ PSC ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാഗമണിലേക്ക് ഒരു ടൂർ പോവാം, കാന്റിലിവർ കണ്ണാടിപ്പാടത്തിലൂടെ നടക്കാം എന്നൊക്കെ മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്പൊ ദേശീയ നീതി ആയോഗിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏറ്റവും കൂടിയ ദാരിദ്ര്യ നിരക്ക് എവിടെയാണ്? ശതമാനക്കണക്കിൽ ബീഹാറാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയാണ്. രണ്ടാമത് കേരളമാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി കാരുണ്യയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത എവിടെയാണ് വരാൻ പോകുന്നത്? ശക്തൻ നഗർ തൃശ്ശൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ കണ്ണാടിപ്പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഗമണ്ണിലാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല അത് എവിടെയാണ്? എറണാകുളമാണ്. ഇതുപോലെ മറ്റൊരു കാര്യമാണ്, ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ
ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ ഒന്നെങ്കിലും ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമാണ് കേരളം. വാർഷിക ആരോഗ്യ സൂചികയിൽ നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല എവിടെയാണ്? കൊല്ലത്താണ്. നമ്മൾ പഠിച്ചതാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം. നല്ല പേരാണല്ലേ, ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ്. എങ്ങനെ ഓർത്തു വയ്ക്കുക ഇത്തിരി നേരം ഒത്തിരി കാര്യം? പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി നേരം പോയിരുന്നാലും അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഇത്തിരി നേരം പോയിരുന്നാലും അവിടെ ഒരു ഒത്തിരി കാര്യം നടക്കുമെന്ന് വിചാരിക്കാം. അവിടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. അപ്പൊ എത്ര ആലോചിച്ചാൽ മതി, ഒരു ചക്ക വീണു മുയൽ ചത്തു. മുയലിന് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മുയലിന്റെ കുടുംബത്തിന് വരുമാനം കിട്ടി. ആ മുയൽ വരുന്നത് ചക്കിട്ടപ്പാറയിൽ നിന്നാണ്. ഓക്കെ, കാരണം അവിടെ എല്ലാവർക്കും സമ്പൂർണ്ണ ഇൻഷുറൻസ് ആണ്. മുയലിനടക്കം വിചാരിക്കുക. അപ്പം ചക്ക വീണു, ആര് ചത്തു? മുയൽ ചത്തു. ഈ ചക്കേന്റെ താഴത്തെ ഒരു പാറയുടെ മുകളിലാണ് മുയലിരുന്നത്. അപ്പൊ ചക്കേന്റെ പുറത്ത്, അപ്പൊ അവിടെ ആലോചിച്ച് നോക്കുക, ഒരു ചക്ക മുകളിൽ നിൽക്കുന്നുണ്ട്, ഒരു പാറ ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു മുയലുണ്ട്. മുയലുകൾ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. പെട്ടെന്ന് ചക്ക വീണു, മുയൽ ചത്തു. കുട്ടികളൊക്കെ നഞ്ഞത്തടി, നിലവിളി, കരച്ചിലൊക്കെ ആയി മുയലിന്റെ കുട്ടികൾ. പക്ഷെ അവർക്ക് ഇൻഷുറൻസ് തുക കിട്ടി. അതുകൊണ്ട് അവരുടെ ഭാവി ജീവിതം ഭദ്രമായി പോയി. പച്ചക്കിട്ടപ്പാറ. ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിത റിൻഷ പട്ടക്കൽ. ഡ്രോൺ ആകാശത്തു കൂടെയല്ലേ പറത്തുക? പട്ടവും ആകാശത്തു കൂടെയല്ലേ പറത്തുക? ഇവിടെ വട്ടം പറത്തിയ വനിതയാണ്. അതിന് ലൈസൻസ് കിട്ടി. ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനില്ലാത്ത അല്ലെ, ചെറിയ വിമാനത്തെയാണ് ഡ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഡ്രോൺ പറത്തുന്നത് കണ്ടിട്ടില്ലേ? ആ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിത ആരാണ്? റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. മലയാളികൾ നമുക്കറിയാം. മലയാളികൾ അർജുൻ പാണ്ഡ്യൻ അല്ലേ? 2 ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും ഏറ്റവും വലിയ മലകൾ കീഴടക്കിയ IAS ഉദ്യോഗസ്ഥനായ മലയാളിയാണ് അർജുൻ പാണ്ഡ്യൻ. ഇതാ വരുന്നു വേറൊരാള്. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ. സ്കൈ ഡൈവിംഗ് ആണ് നടത്തിയത്. സ്കൈ ഡൈവിംഗ് നടത്തി ആകാശത്തിൽ നിന്നും. അപ്പൊ അവിടെ വിജയം നേടിയ ആളാണ് ജിതിൻ വിജയൻ. മറ്റത് അർജുൻ പാണ്ഡ്യൻ, IAS ഓഫീസർ, മലയാളിയായ IAS ഓഫീസർ. ആഫ്രിക്കയിലെ അതുപോലെ തന്നെ യൂറോപ്പിലെയും വലിയ പർവ്വതങ്ങൾ കീഴടക്കിയ ആളാണ്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ അല്ലെ യൂറോപ്പിലെ പർവ്വതം, ഇതൊക്കെ കീഴടക്കിയ മലയാളിയാണ് അർജുൻ പാണ്ഡ്യൻ. മറ്റൊന്ന്, ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി അല്ലെ, പായവഞ്ചി കൊണ്ട് ലോകം മുഴുവൻ ചുറ്റിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസിലെ 2ാം സമ്മാനാർഹൻ. ആരാ പേര്? അഭിലാഷ് ടോമി, മലയാളിയാണ്. തീരദേശവാസികളായ യുവതീ യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. സാഗരം കടല്, മാല തീരദേശവാസികളായ യുവതീ യുവാക്കൾക്കാണ്. ജോലി കഴിച്ചിട്ട് വേണം അവർക്കൊരു മാല ഇടാൻ, പരസ്പരം കല്യാണം കഴിക്കാൻ. അപ്പൊ സാഗർമാല കണ്ടോ, തീരദേശമാണ്, സാഗരമാണ്. സാഗരത്തിലൂടെ അവിടെ ആ തീരദേശക്കാർക്ക് അവർക്കൊരു നൈപുണ്യ പരിശീലനം കിട്ടുന്നു. അങ്ങനെ അവർക്ക് തൊഴിൽ കിട്ടുന്നു. തൊഴിൽ കിട്ടിയപ്പോൾ അവർ കല്യാണം കഴിക്കുന്നു, മാലയിടുന്നു. സാഗർമാല. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. സമുന്നതി ആരാ സമുന്നതമായിട്ട് വരേണ്ടത്? പട്ടികജാതി വർഗ്ഗക്കാർ തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട്, സാമൂഹ്യമായ പല കാരണങ്ങൾ കൊണ്ട്, സാമ്പത്തികമായും ഒക്കെ അവർ പിറകിലാണ്. അപ്പോൾ അവരെ സമുന്നതിയിലേക്ക് കൊണ്ടുവരാൻ കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നമുക്കറിയാം
പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ശ്രേഷ്ഠ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവയാണ്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഇ സേവ. അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഗവേണൻസിന്റെ ഭാഗമായി വന്നതാണ്. ഈ സേവനം നടത്തേണ്ട സ്ഥലമാണ് അക്ഷയ കേന്ദ്രം. അവിടെ നടത്തിയ കേരള സർക്കാർ നടത്തിയ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പദ്ധതിയുടെ പേരും ഇ സേവ എന്ന് തന്നെയാണ്, ഓപ്പറേഷൻ ഇ സേവ. നമുക്ക് ഓപ്പറേഷൻ ചക്ര 2 ഓർമ്മയുണ്ടല്ലോ. ചക്രം ഇന്റർനെറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് CBI നടത്തിയ ഓപ്പറേഷനാണെന്ത്? ഓപ്പറേഷൻ ചക്ര 2. മറ്റൊന്ന്, സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. കോർപ്പറേഷനിൽ വിജിലൻസ് നടത്തിയ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്, കോർപ്പറേഷൻ കോർപ്പ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏതാണ്? ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. ചക്ക വീണു, മുയൽ വീണു, മുയലിന് ഇൻഷുറൻസ് കിട്ടി, മുയൽ പാറേന്റെ മുകളിലായിരുന്നു. ഡോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ വനിത ആരാണ്? പട്ടം ഓർത്തു വെച്ചാൽ മതി, റിൻഷ പട്ടക്കൽ. 43,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോകത്തിന് റെക്കോർഡ് നേടിയ മലയാളി ജിതിൻ വിജയൻ വിജയിച്ചു. തീരദേശ നിവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി ഏതാ? തീരദേശമല്ലേ സാഗരം. ജോലി കിട്ടിയിട്ട് വേണം അവർക്ക് എന്തുണ്ടാക്കാൻ? അപ്പൊ നൈപുണ്യം കിട്ടണം, എന്നിട്ട് വേണം ജോലി ഉണ്ടാക്കാൻ, എന്നിട്ടാണ് മാലയിടാൻ വേണ്ടിയിട്ട്. അപ്പൊ സാഗർ മാല. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികാസന ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സമുന്നതി. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി. നമ്മൾ വണ്ടികളിലല്ലേ സ്റ്റെപ്പിനി ഉണ്ടാവുക, അപ്പൊ വാഹനത്തിനല്ലേ സ്റ്റെപ്പിനി? വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ ഡ്രൈവിംഗ് സ്കൂളുകൾ. ഇപ്പൊ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് പേര് ഓപ്പറേഷൻ സ്റ്റെപ്പിനി. ഓർത്തു വെക്കാനൊക്കെ എളുപ്പം അല്ലെ, കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജ. കുടുംബശ്രീയുടെ ബാലസഭാംഗങ്ങൾക്ക് ഇനി കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കൂടി വരാൻ പോകുന്ന കാലമാണ്. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെയൊക്കെ ഭാഗമായി കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. ലോകത്തെമ്പാടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരളം. അപ്പൊ അതിന് നമ്മൾ സജ്ജായിട്ടിരിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ പെട്ടിയും പായ എടുത്തിട്ട് ഓടാനും ആളുകളെ രക്ഷിക്കാനും ഒക്കെ ബാലസഭാംഗങ്ങൾക്ക് നൽകുന്ന പരിശീലനത്തിന്റെ പേരാണ് സജ്ജം. പക്ഷേ നമുക്കറിയാം, കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അവരുടെ രജത ജൂബിലിയുടെ ഭാഗമായി 2023 നടന്നു. എന്തായിരുന്നു അതിന്റെ പേര്? ഒരുമയുടെ പലമ. എവിടെ വെച്ചാണ് നടന്നത്? തൃശ്ശൂർ. ഒന്നാമതെത്തിയതാരാണ്? കാസർഗോഡ്. പിന്നെ പഠിച്ചതാണ്, മറക്കണ്ട. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അവർ തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോശ്രീ. കുടുംബശ്രീ ദിനമേത മെയ് 17 ഓർത്തുവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 17 വയസ്സായ ഒരു സുന്ദരി അല്ലേ, അവരുടെ ശരീരം നമുക്ക് അപ്പോഴാണ് രൂപലാവണ്യത്തോടു കൂടി എത്തുക. മെയ് 17. 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് കുടുംബശ്രീ. അതുകൊണ്ടാണ് മെയ് 17 ആ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. 1998 98 എന്ന് ഓർത്തൊരിക്കാൻ ഒരു മുടി കണ്ടുവോ? ഒരു പെൺകുട്ടിയല്ലേ, ആ മുടി ഓർത്തു വെച്ചാൽ മതി. തലയിലും മുടി ഇങ്ങനെ പിന്നി കെട്ടി വെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്താണ് പള്ളിക്കത്തോട്. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയമാണ്. ഇപ്പൊ കേരള സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷയാണ്. മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് PT ഉഷയുമായി ബന്ധപ്പെട്ട്. ഒപ്പം ഓർക്കണം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ് PT ഉഷ. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയും വനിതയുമാണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ്
ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയുമാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി വിഴിഞ്ഞം. ഓക്കെ, അപ്പൊ വിഴിഞ്ഞത്താണ്. കരിഞ്ഞു. എന്ത് കരിഞ്ഞു? കായലിന്റെ തീരത്ത് കായൽ വെള്ളം വറ്റിയാണ്ട് കരിഞ്ഞു. അവിടെ പുല്ലൊക്കെ ഉണ്ടായി അതാണ്ട് കത്തിപ്പിടിച്ചു. അപ്പൊ വിഴിഞ്ഞത്തിൽ നിന്ന് തോർത്തുമുണ്ട് കൊണ്ടുവന്നിട്ട് ആളുകൾ വെള്ളം മുക്കി അത് നനച്ചു തീ കെടുക്കാൻ വേണ്ടിയിട്ട്. വിഴിഞ്ഞം പിഴിഞ്ഞു, കായൽ കരിഞ്ഞു. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി. ഇപ്പൊ അവിടെ നല്ല തണുപ്പായി. അപ്പൊ അവിടെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങി. അപ്പൊ ലോറി വണ്ടിയൊന്നും കൊണ്ടുവന്നില്ല, കാരണം പെട്രോൾ കത്തും. അപ്പോൾ അവിടുത്തെ പരിസ്ഥിതിക്ക് പ്രശ്നമാവും. അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, തോർത്തുകൊണ്ട് എടുത്ത് പിഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം പോവുമെന്ന്. അങ്ങനെ രസകരമായ കഥകളോർക്ക്. കരിഞ്ഞു. എന്താ കരിഞ്ഞത്? കായൽ. എന്താ കരയാൻ കാരണം? കായലിൽ വെള്ളം വറ്റി. വെള്ളം വറ്റിയപ്പോൾ അവിടെ ചെടികൾ ഉണ്ടായി. പക്ഷെ വേനൽക്കാലത്ത് അതെന്ത് ചെയ്തു? ഉണങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തീ വന്നു കരിഞ്ഞു. തീ ആളി പടർന്നപ്പോൾ ആളുകൾ വിഴിഞ്ഞത്ത് തീരപ്രദേശത്ത് പോയിട്ട് അവിടെ നിന്ന് എന്ത് കൊണ്ടുവന്നു? തോർത്തുകൊണ്ടിൽ വെള്ളം മുക്കി കൊണ്ടുവന്ന് അത് എന്ത് ചെയ്തു? കെടുത്തി. അപ്പൊ പരിസ്ഥിതിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. നടക്കൂച്ച നടക്കില്ല, നിങ്ങൾക്ക് എനിക്കും അറിയാം. അങ്ങനത്തെ കഥകളാണ് ഓർത്തു വെക്കേണ്ടത്. നമ്മുടെ മനസ്സൊന്നും പോവില്ല ഇങ്ങനെ ചർച്ച ചെയ്താൽ. അപ്പൊ കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി വിഴിഞ്ഞത്താണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ് ആണ്. ഭിന്നശേഷിക്കാരെ നീന്തലിനെ ഇറക്കി കഴിഞ്ഞാൽ അമ്മമാരുടെ ഹൃദയം എന്ത് ചെയ്യും? ബീറ്റ് ചെയ്യും. അല്ലേ? വേറെ ആരെ കാട്ടുള്ളൂ. സ്വന്തം കുട്ടീനെ ഇറക്കുമ്പോൾ തന്നെ ബീറ്റ് ചെയ്യും. ഭിന്നശേഷിക്കാരെ ഇറക്കുമ്പോഴും അവരാകെ സങ്കടപ്പെടും. ബീറ്റ്സ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ബീറ്റ്സ്. അപ്പൊ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സ്റ്റെപ്പിനി. തന്നെത്താൻ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സജ്ജം. പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം PT ഉഷ MP തെരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്ത് ഏതാണ്? പള്ളിക്കത്തോട്, കോട്ടയം. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ബീറ്റ്സ്. അപ്പൊ നമ്മൾ ഓർക്കുക, ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം മാത്രമേ തരുന്നുള്ളൂ. അതായത് ആവശ്യത്തിന് മാത്രം പഠിക്കുക. രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ അടുത്തുള്ളത്, ടൈമും നോളേജും. ടൈം ലിമിറ്റഡാണ്. നോളേജ് നിങ്ങൾ പഠിച്ചാൽ തീരാത്തത്ര നോളേജ് ഉണ്ട്. പക്ഷേ നമുക്കിനി കുറഞ്ഞ സമയങ്ങളാണുള്ളത്. ആ കുറഞ്ഞ സമയത്ത് സമർത്ഥമായി ആവശ്യമായ അറിവുകൾ മാത്രം പെറുക്കിയെടുത്ത് പഠിക്കുക. തീർച്ചയായും നമ്മൾ ഈ 20 മാർക്കിന്റെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടത്. പക്ഷേ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ ക്ലാസ്സുകളിലൂടെ ഉണ്ടാവും. പക്ഷെ ഫുൾ പോർഷൻ കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ 1.5 വർഷത്തെ പ്രോഗ്രാം ഉണ്ട്. എന്തുകൊണ്ട് 1.5 വർഷം എന്ന് പറയുന്നു? അത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. പുതുതായിട്ടുള്ളവർ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ പറയുന്നത് ഞാൻ മനസ്സിലാവും. 1.5 വർഷം എന്ന് പറയുന്നത് 2053 രൂപ മാത്രമാണ്. മുഴുവൻ സബ്ജക്റ്റും കവർ ചെയ്യും. എന്തെല്ലാം ഉണ്ട്? എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. ലേണിംഗ് പ്ലാൻ ഉണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ പ്രധാനപ്പെട്ടത് കവർ ചെയ്യും. PYQs ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് 2000 മുതൽ ഈ 2023 അവസാനം വരെ, ഈ 2024 തുടക്കം വരെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ആൻഡ് മലയാളം സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും. വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും. നോട്ട് ഉണ്ടായിരിക്കും. അൺലിമിറ്റഡ് മോക്ക് എക്സാംസ്, യൂണിറ്റ് ടെസ്റ്റ്, റെഗുലർ റിവിഷൻ എല്ലാം കൂടി ഒരു ദിവസത്തേക്ക് 6 രൂപയിൽ മാത്രം ചെലവഴിച്ചാൽ മതി. സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ 2023 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചലച്ചിത്ര അവാർഡുകളും ശ്രദ്ധിക്കപ്പെടേണ്ട മലയാളം സിനിമകളും ഇന്ത്യൻ സിനിമകളും. പക്ഷെ അതിലേക്ക് ഒന്നും കൂടി കൂട്ടിക്കോളൂ. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ ഒരു മലയാള ചിത്രം എഴുത്തേലാണ്. ഈ കേരള PSCയുടെ ചോദ്യങ്ങളുടെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും മലയാളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെയും സിനിമകൾ, ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ സിനിമകൾ ചോദിക്കാറുണ്ട്. എഴുത്തോലയാണ്, സുന്ദർബൻ ആണ്. എഴുത്തോല, സുന്ദർബൻ. ഇപ്പൊ എഴുത്തോല, ഓല എഴുത്താണികളെ കളഞ്ഞിട്ട് എടശ്ശേരിയുടെ ഭൂതം പറയുന്നുണ്ട്, ഓമനക്കുട്ട നീ എൻ്റെ അടുത്തേക്ക് പോരേ എന്ന്. അതുള്ളവർക്ക് എഴുത്തോല അങ്ങനെ ആലോചിച്ചാൽ മതി. സുന്ദരൻ, കുട്ടൻ, സുന്ദർബൻ. അല്ലാത്തവർക്ക് എങ്ങനെ ഓർക്കുക? സുന്ദർബനാണ്, എഴുത്തോലയാണ്. എഴുത്തോല, സുന്ദർബൻ എങ്ങനെ ഓർത്തു വയ്ക്കും? സുന്ദരനായ ഒരു കുട്ടി
എന്ത് ചെയ്യുകയാണ്? പഴയ കാലത്ത് ഒരു എഴുത്തോലയും പിടിച്ചിങ്ങനെ പോവുകയാണ്. എഴുതാൻ വേണ്ടിയിട്ടുള്ള ഓല. പണ്ട് ഓലയിലാണ് എഴുതുക. എഴുത്താണി കയ്യിലുണ്ട്, എഴുത്തോലയും വെച്ച് പോകുന്ന കുട്ടീനെ ഓർക്കുക. അതുമായി ബന്ധപ്പെട്ടൊരു സിനിമ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രം എഴുത്തോലയാണ്. സംവിധാനം സുരേഷ് കൃഷ്ണനാണ്. കൃഷ്ണൻ സുന്ദരനല്ലേ? അതിന്റെ സംവിധാനം സുന്ദരനായ കൃഷ്ണനാണ്. സംവിധാനമാകട്ടെ അതും സുന്ദരനാണ്, മോഹനാണ്. മോഹൻ സിതാര. ഓർത്തു വെക്കാൻ എളുപ്പമല്ലേ? കൃഷ്ണൻ, മോഹൻ, സുന്ദർബൻ, എഴുത്തോല. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. റേഷന് റൈറ്റ് ഉണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും. അതാണ് റേഷൻ റൈറ്റ് കാർഡ്. അങ്ങനെ ഓർത്താൽ മതി. അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരത എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച മറ്റൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഓർത്തുണ്ടല്ലോ. അന്യനെ മലയാളം പഠിപ്പിക്കുന്ന പരിപാടി അനന്യ. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറയും. അല്ല, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ രജിസ്ട്രേഷന് വേണ്ടി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങൾ, ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, അതിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ആരാണ്? ലോകബാങ്കാണ്. ഓർത്തിരിക്കുക, ഇതിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. അപ്പൊ നമുക്കറിയാം, വൃദ്ധന്മാർക്ക് ദന്തസെറ്റ് പൂർണ്ണമായും സൗജന്യമായി കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. അത് പുന്നകൈ എന്നുള്ള പേരിൽ തമിഴ്നാട് നടപ്പിലാക്കുന്നു. കേരളത്തിലെ മന്ദഹാസം പദ്ധതിയുടെ അതിന്റെ പകർപ്പാണ്. ഇപ്പൊ 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രം എഴുത്തോല. ആരാണ്? കൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണനുണ്ട്, മോഹൻ സിതാരയുണ്ട്. ഓർത്തു വെക്കണേ. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? റേഷൻ റൈറ്റ് കാർഡ്. അവർക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്ന പദ്ധതി അനന്യ. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? അതിഥി ആപ്പ്. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയായ കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോകബാങ്കാണ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവെപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഇന്ദ്രന്റെ ധനുസ് അർജുനൻ തന്റെ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിച്ച ഒന്നാണ് ഇന്ദ്രന്റെ ധനുസ്. അപ്പൊ ഇന്ദ്രധനുസ്, ധനുസ് എന്ന് പറയുന്നത് അമ്പും വില്ലും തന്നെ. ആ അമ്പ് പോലെ തന്നെ അല്ലേ നമ്മുടെ കുത്തിവെപ്പിന്റെ സൂചിയും. ഇവിടെ യുദ്ധം അർജുനൻ കൗരവരോടാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഇവിടെ അസുഖങ്ങളോടാണ്. അതിനുവേണ്ടിയുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്ന പരിപാടിയാണ് സംസ്ഥാനത്ത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവെപ്പ് നടക്കുന്ന പരിപാടിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. അവിടെ അഭിമന്യുവിനെയും ഓർത്തു വയ്ക്കാം. ഞാൻ പിന്നെ ആ കഥ പറയാത്തതുകൊണ്ടാണ്. അറിയുന്നവർക്ക് ഇന്ദ്രധനുഷ് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റും. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. സർക്കാർ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെയും അമ്മേനെയും വീട്ടിലെത്തിച്ചു കൊടുക്കും. യാനം എന്ന് പറഞ്ഞാൽ യാത്ര. ആരുടെ യാത്ര? അമ്മയുടെയും കുട്ടിയുടെയും യാത്ര. അമ്മ എന്ന് പറഞ്ഞാൽ മാതാവ്, മാതൃയാനം. ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിച്ച സംസ്ഥാനമാണ് കേരളം. ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററി. ആ ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററി ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾ സംഭവിപ്പിക്കും. അതിന്റെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്ത് എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിലാണ്. കോക്ടെയിൽ മദ്യവുമായി ബന്ധപ്പെട്ടതാണ്, ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്ക് ഓപ്പറേഷൻ കോക്ടെയിൽ, കോർപ്പറേഷനിൽ നടത്തിയത് ഓപ്പറേഷൻ കോർപ്പ്.
ഓർക്കാൻ വളരെ എളുപ്പമല്ലേ? വാഹന എന്താ പറയുക, ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയത് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഒക്കെ കണക്റ്റഡ് അല്ലേ? അപ്പൊ സംസ്ഥാനത്ത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവെപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. ഇലക്ട്രോണിക് ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ കോക്ടെയിലാണ്. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ 2 or 3 ക്ലാസ്സോടുകൂടി കേരളത്തിലെ പ്രധാനമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് കഴിയും. 2023 2024 നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പൊ ജനുവരിയും ഫെബ്രുവരിയും മാർച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഒരു ഏപ്രിൽ മാസത്തോടുകൂടി അത് ചെയ്യാം. ഇനി നമുക്ക് ഈ 3 കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട അവാർഡുകൾ ഒരു പ്രാവശ്യം ചെയ്തു പോയതാണ്, ഒന്നും കൂടി ചെയ്തു തരും. ഇന്നൊക്കെയുള്ള എക്സാം ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ എക്സാം നമ്മൾ കഴിഞ്ഞു. കേരളത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ എക്സാമുകളൊക്കെ ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.